ഹേ ഗായ്സ്, കുറേ ദിവസമായി കണ്ടിട്ട് എന്നറിയാം. എത്ര നമ്മൾ ലാസ്റ്റ് കണ്ട് 26-നെട്ടാൻ തോന്നുന്നു. 5 ദിവസമായി വ്ളോഗ് തിരെ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഇടാൻ, അല്ലാണ്ട് മടി കാരണം ഒന്നുമല്ല. പനി വന്നു, സീനായി. ഇവിടെ സ്പോർട്സാണ്, എനിക്കുള്ള സ്പോർട്സിൻ്റെ ടൈം. അപ്പോൾ അവിടേക്ക് വന്നതാണ് മണാശ്ശേരി. അപ്പോൾ പനിയൊക്കെ പിടിച്ചിട്ട് തീരെ വരാണ്ട് എവിടെ കോളേജിലൊന്നും പോയി ലീവ് എടുത്ത് അങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് തീരെ വയ്യാണ്ട് ഇപ്പം മാറി മാറി വരുന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ ഒരു ആരോഗ്യം വെച്ച് പനിയും കൊണ്ടുവന്ന് ഇന്നലെയൊക്കെ കോളേജിൽ പോയിന്, എന്നാലും ഒരു സുഖമില്ലായിരുന്നു. ഇപ്പോൾ ഇന്ന് മുതൽ സെറ്റാവും. ഇപ്പോൾ ഇതുപോലെ ട്രാക്കിലേക്ക് വരും. അപ്പം സംഭവം എന്താ ഉണ്ടാകുക വെച്ചാൽ, വലിയ സ്പോർട്സിന് പോയിട്ടുണ്ട്. വലിയ ഇടക്കിടക്ക് ബ്രേക്ക് വരും, അപ്പോൾ വെള്ളം കുടിക്കാൻ വരുന്ന. അപ്പം സംഭവം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, എനിക്ക് ശനിയാഴ്ച തന്നെ ഇവിടെ കമ്പനി പോയപ്പം ഇതുണ്ടായിരുന്നു, വിശപ്പുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ വിശക്കുന്നിട്ട് ടൈമായപ്പോൾ നോർമലി വിശപ്പാന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വിറയൽ പോലെ വരാൻ തുടങ്ങി. എന്താണ്, ഷുഗർ ലോ ആയാൽ വരുമല്ലോ, അപ്പോൾ ഒരു കാലിൻ്റെ ബലമില്ലാത്ത പോലെ വിറയൽ പോലെ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ സെറ്റായി. അതേപോലെ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും വന്ന്. അന്ന് ചെറുതായിട്ട് എനിക്ക് ഈ മണലിൽ പോയിരുന്നപ്പോൾ ഒരു ചുമ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇങ്ങനെ ഇടയ്ക്ക് വരും പോവും അങ്ങനെയാണ്. ഇപ്പോൾ ഒരാഴ്ചയിൽ 2 ദിവസം ചുമ ഉണ്ടെങ്കിൽ 3-ാമത്തെ ദിവസം അത് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും കംപ്ലീറ്റ്ലി മാറിയെന്ന്. പിന്നെ അത് വലിയ രീതിയിൽ ചെറിയൊരു ഒരു ഇതിലത്രേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ വെച്ച് ലാസ്റ്റ് മിനിഞ്ഞാന്നല്ല 2-3 ദിവസം മുന്നേ സീനായി. എന്താണ്, ജലദോഷമൊക്കെ വന്ന് കുറച്ച് ക്ഷീണം പോലെ ആയി. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി കാണിച്ചപ്പോൾ ഒരു പറഞ്ഞ് ഇത് കുഴപ്പമില്ല, മാറും, 2 ദിവസം മരുന്ന് കുടിച്ചാൽ മതി എന്ന്. 3 ദിവസം മരുന്ന് എഴുതി തന്ന്. രാവിലെ ഉച്ചയ്ക്ക് ഒരു 5 സെറ്റ് മരുന്നും ഒരു കഫ് സിറപ്പും അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കുടിച്ച് ഇതൊക്കെ സെറ്റായി റെഡിയായി വന്ന് ഇപ്പോൾ ഒന്ന് കുറച്ച് ജലദോഷവും കഫക്കെട്ടൊക്കെ ഉണ്ട്, എന്നാലും സെറ്റാണ്, റെഡിയാവും. ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഇത്രയും ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഒരുമാതിരി ഒരു ക്ഷീണം പോലെയായിരുന്നു. ഒന്നും എടുക്കാനും ഇല്ല, കഴിയുന്നില്ല, ഒരു ഇത് കിട്ടുന്നില്ല. എന്തെങ്കിലും കിട്ടിയാലേ എടുക്കാൻ പറ്റുള്ളൂ. വീട്ടിൽ തന്നെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഇത്രയും ദിവസത്തെ വിശേഷങ്ങൾ. പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇന്ന് കുറച്ചേ ഉള്ളൂ. നാളെ ഒരു കിടിലം വ്ളോഗ് വരുന്നുണ്ട്. നമ്മളന്ന് പറഞ്ഞില്ലേ, അത് അന്ന് കിടിലം അടിപൊളി വേറെ ലെവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുള്ള് നാളെ എന്തായാലും നടക്കും. പക്ഷേ ഫുള്ളൊരു 70% നടക്കുള്ളൂ. അതിൽ ചെറിയ കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചിലപ്പം ചെയ്യേണ്ടി വരും. മൂഡ് പോലെ ഇരിക്കും. മൂടുണ്ടെങ്കിൽ കയറും, ഇല്ലെങ്കില്ല. അതൊക്കെ നാളെ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ആയിട്ട് കാണാം. അറിയിക്കുന്നുണ്ടാവുക. ഇന്നിപ്പത്തിലുള്ളൂ. ഒന്ന് ഫുഡ് കഴിച്ച് രാവിലെ തന്നെ വന്ന് 8 മണീന് മുന്നോട്ട് എത്തിയിട്ട് സ്പോർട്സ് തന്നെ ഒരു 9 9:30 വരെ ഉണ്ടാവും. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി വേറെ ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഇതുണ്ട്, എന്താണ്, തിരുവമ്പാടി പള്ളിപ്പെരുന്നാൾ ഇന്നലെയും ഇന്നും നാളെയാണ്. അപ്പോൾ ഇന്നലത്തേത് ചെറിയ എന്തോ വയലിൻ പരിപാടി അങ്ങനത്തെ ഒക്കെ ആയിട്ട് ഒന്നുമില്ല. ഇന്ന് പിന്നെ വെടിക്കെട്ടും സംഭവങ്ങളൊക്കെ ആയിട്ട് നാളെ കൊടിയിറക്കും. അപ്പോൾ ഇന്ന് പോകണമെന്ന് ആഗ്രഹം. കഴിഞ്ഞ 2 കൊല്ലം ഞാൻ പോയിട്ടുണ്ട്. ഇപ്രാവശ്യം പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ആരോഗ്യം വെച്ച് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോവുള്ളൂ. നോക്കാം, അത് പറ്റുകയാണെങ്കിൽ അതൊക്കെ പോയി എടുത്ത് കാണിക്കാൻ പറ്റുമോ നോക്കാം. പിന്നെ സിനിമ കണ്ട് സിനിമകൾ ഞാൻ അധികം തിയേറ്ററിൽ പോയി ആദ്യമൊക്കെ എല്ലാ സിനിമയും തിയേറ്ററിൽ തന്നെ പോയി കാണുമായിരുന്നു. ഇപ്പോൾ തിയേറ്ററിൽ പോയി കാണാനേ കഴിയുന്നില്ല. പിന്നെ ഒന്ന് പൈസൻ്റെ ഇഷ്യൂ, ടൈമിൻ്റെ ഇഷ്യൂ, അങ്ങനെ വരുമ്പോൾ. അപ്പോൾ ഇതിപ്പോൾ ഏതൊരു കണ്ടത് ഇന്നലെ സർവ്വമായ കണ്ട്. അതിന് മുന്നേ കളങ്കാവൽ കണ്ട്. കളങ്കാവൽ സ്റ്റോറി നോർമലി, ആക്ടിങ് ചെയ്ത് എല്ലാവരും അടിപൊളിയാണ്. അപ്പം അങ്ങനത്തെ ഒരു സിനിമ വലിയ അടിപൊളി എന്ന് പറയാനൊന്നുമില്ല. പിന്നെ എക്കോ അത് മിസ് ചെയ്ത്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, മ്യൂസിക് സംഭവങ്ങളും, അത് ചെറുതായിട്ട് മിസ് ചെയ്ത്. ആ ഒരു സങ്കടത്തിൽ നിൽക്കുമ്പോഴാണ് സർവ്വമായ കണ്ടത്. അതും OTT-യിലാണ് കണ്ടത്.
സർവമായ സീന് പണ്ടത്തെ വൈബ് ഉള്ള ആ പഴയ മോഡൽ ടൈപ്പ് സിനിമ തിരിച്ചു വന്നപ്പോൾ ഒരു സന്തോഷം. അത് കഴിഞ്ഞ് പിന്നെ മറ്റേ എക്കോ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സങ്കടം മാറിക്കിട്ടി. എങ്ങനെ ദുരന്തർ കണ്ടപ്പം. ദുരന്തറായിരുന്നു ശരിക്കും തിയേറ്ററിൽ പോയിട്ട് കാണേണ്ടിയിരുന്നത്. അത് നടന്നില്ല. 3.5 മണിക്കൂറുണ്ട് സിനിമ. ഇന്നലെ കുത്തിരുന്ന് കണ്ട് ഭയങ്കര ഇഷ്ടമായി. രണ്ടാം ഭാഗം ഇപ്പം അടുത്ത് തന്നെ, എന്താ മാർച്ചിൽ തന്നെ ഇറങ്ങും. അതാണ് വലിയ ടൈം ഡിലേ ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് പോലെ ഇറക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇറക്കണം, നല്ലൊരു കണ്ടിന്യൂഷൻ കിട്ടും. ഇതൊരു സിനിമ ഇറക്കി 2-3 കൊല്ലം കഴിഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊക്കെ മറന്നിട്ട് രണ്ടാം ഭാഗം ഇറക്കുമ്പോൾ എന്തോ പോലെ. അതിൻ്റെ വെയിറ്റിംഗ് ആണ്. മാർച്ചിൽ നമുക്ക് എക്സാം ഉണ്ട്. എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ കാണും എന്തായാലും. സ്പോർട്സും കാര്യങ്ങളൊക്കെയാണ്. ഇനി തിരിച്ച് വീട്ടിൽ പോകണം. പള്ളി പെരുന്നാൾ അങ്ങനത്തെ ചെറിയ പരിപാടികളായിരിക്കും ഇന്ന്. നാളെ നമ്മൾ സെറ്റാക്കും. ഇന്ന് മുതൽ നമ്മൾ കംബാക്കാണ്. ഇനിയിപ്പോൾ കൂടിയാൽ ചിലപ്പോൾ പിന്നെയും കട്ടാവും, പനി കൂടിയാൽ. ഇല്ലെങ്കിൽ കണ്ടിന്യൂഷൻ ഇങ്ങനത്തെ അങ്ങോട്ട് പോവും. അപ്പം ശരി.
അപ്പോൾ നമ്മളെ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് പള്ളിപ്പെരുന്നാൾ എഴുന്നള്ളത്താണ്. അത് എന്താ ഞാൻ വിചാരിച്ചത് പരിപാടി അവിടെ തുടങ്ങിയിട്ടായിരിക്കുന്നു. അപ്പം ഞാൻ നോക്കിയപ്പം ഒരു പറയുന്നത് എഴുന്നള്ളത്ത് ഇപ്പോൾ വരുന്നേ ഉള്ളൂ, കുർബാനൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പം അവിടെ പോയി അത് കറക്റ്റ് വരുന്ന ടൈം മുതൽ ഞാനങ്ങ് കണ്ട്. ഇനിയിപ്പോൾ അതാ ഉമ്മക്കും അനിയനും കാണണം. അപ്പോൾ വണ്ടി ഇവിടെ എത്തിച്ചിട്ട് ഉമ്മനെയും അനിയനെയും കൊണ്ട് ഇവിടെ ആക്കിയിട്ട് ഞാൻ വണ്ടി വീട്ടിൽ കൊണ്ടുപോയി ചാർജിടും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ അതിനാനും കോടിനൊക്കെ ചിലപ്പം വരും. അപ്പം ഓല് വന്നിട്ട് ഞാൻ വണ്ടിയൊക്കെ ഒന്ന് ചാർജിലാക്കിയിട്ട് അപ്പം കടാം. അപ്പം ഉമ്മനെയും അനിയനും പരിപാടിൻ്റെ അവിടേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മളെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇപ്പം അതിൻ്റെ എഴുന്നള്ളിത്ത് കണ്ട് അത് മാത്രം കാണാനായിരുന്നു വിചാരിച്ചത്. അപ്പോൾ പറഞ്ഞ അതിനാന് മെസ്സേജ് അതിനാനും വരും ഉറപ്പില്ല, എന്നാലും വരാൻ മതി, ഗോഡിനും വരും. അപ്പോൾ അതിൽ രണ്ടാളും കൂടി ഒക്കെ ഉണ്ടെങ്കിൽ മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ കയറിയിട്ടുള്ള അങ്ങനത്തെ പരിപാടികൾ പിന്നെ അവിടെ കാണാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് വെടിക്കെട്ട് ഇപ്പോൾ കണ്ടത് ചെറുത്, വെടിക്കെട്ട് വേറെ വലുതുണ്ടല്ലോ, നമുക്ക് കാണാൻ പറ്റുമെന്ന് ഉറപ്പില്ല. എന്നാലും അത് ലേറ്റ് നൈറ്റ് ഉണ്ടാവല്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യാ KSRTC ഒക്കെ പോകുന്നു. എല്ലാം എന്താ അവിടെ ബ്ലോക്കാണ്. ഇപ്പോൾ നമ്മൾ സേഫ് ആയിട്ടുണ്ട്. ഇനി പോയി നോക്കണം എന്താണ് അവസ്ഥ എന്നൊരു ഐഡിയ ഇല്ല. ചിലപ്പം പോകും, ചിലപ്പം പോകില്ല. എന്തായാലും ഉമ്മനും അനിയനും കൊണ്ടുവരാൻ എന്തായാലും പോകണം. ഒരു മാക്സിമം എത്ര നേരം നിൽക്കും അത്ര നേരം നിന്നിട്ട് വരട്ടെ. പിന്നെ ഇതിപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് നിൽക്കാത്തത്. പിന്നെ ഈ ഇലക്ട്രിക്കും വെച്ച് ചാർജ് ഇല്ല, കണ്ടോ, ചാർജ് പറ്റ ലോ ആണ്. അതിന് ചാർജിലിടും വേണം. നാളെ അമ്മക്കും അനിയനും അങ്ങോട്ട് പോകാനുണ്ട്. അപ്പം പിന്നെ എനിക്കും പോകാനുണ്ട്. എനിക്ക് വണ്ടിയല്ല, എനിക്ക് വേറെ രീതിയിലാണ് പോകാനുള്ളത്. അപ്പോൾ നേരത്തെ കിടന്ന് ഉറങ്ങും വേണം. മാക്സിമം നമ്മൾ ഇനിയും ഇതിലേക്ക് വലുതാക്കാൻ പറ്റുമോ എന്ന് നോക്കാം. വയ്യ, ഞാൻ രാവിലെ ക്ലിപ്പ് എടുത്തതിന് ശേഷം പിന്നെ വലിയ സുഖമില്ല. പിന്നെ എന്തോ ഒരു തലവേദന പോലെയൊക്കെ വന്ന് ഒന്ന് സൈഡായി. അപ്പോൾ ഞാൻ വിചാരിച്ച് വീട്ടിലൊക്കെ എത്തിയിട്ട് കുറച്ച് വ്ളോഗൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ നടന്നില്ല. കുഴപ്പമില്ല. ഇവിടെ വീട്ടിലെത്തിയിട്ട് ചാർജിലിട്ട് വരട്ടെ. ഉമ്മ പറയുമ്പോൾ കൂട്ടാനും ചെല്ലണം. മറ്റൊരു വിളിക്കുകയാണെങ്കിൽ പോവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഉമ്മനെ കൂട്ടി ചിലപ്പോൾ ഒരു 10 മിനിറ്റ് അവിടെ നിന്നിട്ട് തിരിച്ചു വരും. ആൾക്കാർ ക്ലാസ് കുറച്ച് പേര് അഭിനസഭാസിനൊക്കെ കണ്ട് ഗോഡിന് വരും. പിന്നെ അതിനാൽ കുറച്ച് പേരും കൂടെ കണ്ടെങ്കിലേ വൈബ് ഉണ്ടാവുള്ളൂ. നോക്കാം നമുക്ക് എന്തായാലും. ഇല്ലെങ്കിൽ കാണാം, ഇല്ലെങ്കിലില്ല. ബായ്. അപ്പം നമ്മൾ ഉമ്മനെ കൂട്ടാൻ അനിയനും കൂട്ടാൻ പോവാണ്. വെടിക്കെട്ട് ഇതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ് ഞാൻ പോയില്ല. കാരണം പ്രൊജക്റ്റിൽ ഡോക്യുമെൻറ്റേഷനിൽ കുറച്ചും കൂടി പണി ബാക്കിയുണ്ടായിരുന്നു. എല്ലാം തീർത്തിട്ടുണ്ട്. ഇനി തിങ്കളാഴ്ച പോയി പ്രസൻറ്റ് ചെയ്താൽ മാത്രം മതി. ബാക്കി എല്ലാം തീർത്ത് സെറ്റാക്കി ഇന്നത്തോട് തീർത്ത് സമാധാനമുണ്ട്. പിന്നെ തലവേദന എന്തൊക്കെയുണ്ട്, സൗണ്ടിലും പുകയിലും പോയി നിൽക്കാനൊരു വൈക. അപ്പോൾ ഇനിയിപ്പോൾ ഉമ്മനെ കൂട്ടി വീട്ടിലാക്കി ഫുഡൊക്കെ ഒന്ന് കഴിച്ച് കടന്നുറങ്ങി നാളെ നേരത്തെ എണീറ്റ് പോകണം. 6 മണി 6:30 ആകുമ്പോഴത്തേക്ക് എണീറ്റ് സെറ്റായി പോകാനുള്ളതാണ്. നാളെ എങ്ങോട്ടേക്കാണ് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തിനാണ് പോകുന്നത് ഒക്കെ നാളത്തെ വ്ളോഗിൽ സസ്പെൻസ്. അതിന് മാത്രം ഒന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ട്. കണ്ണ് അത്രയേ ഉള്ളൂ, പോയൊക്കെ. പിന്നെ ഇത്രയേ ഉള്ളൂ ഗൈസ്. കുറേ കാലത്തിന് ശേഷം കണ്ടത്, 4 ദിവസത്തിന് ശേഷം കണ്ടതാണ്. ഇനി മുതൽ നമ്മൾ കംബാക്കാണ്. ഇനി ഒരു തിരിച്ചു പോക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അസുഖങ്ങളൊന്നും വന്നില്ലെങ്കിൽ നമ്മൾ ഇതേപോലെ മുന്നോട്ടേക്ക് പോകുന്നതാണ്. ഒന്ന് ഇത്രയേ ഉള്ളൂ. വണ്ടി വരുന്നുണ്ട്, ഞാൻ പോട്ടെ. ബൈ ബൈ.